ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം ഇതാ ഞാൻ 7 മണിയായിട്ടോ എണീച്ചിട്ട് 7 മണിയൊക്കെ അതായത് നല്ല നേരം വൈകി, ഇടയ്ക്ക് നേരം വൈകാറുണ്ട്. സ്കൂളില്ലാത്തപ്പോൾ നല്ലോണം കിടന്നുറങ്ങും കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ വവിക്ക് ഒരു 9:30 ആകുമ്പോൾ പോയാൽ മതി. സച്ചുമോന് ഒരു 8:45 9 മണിക്കാണ് ക്ലാസ് വെച്ചാൽ ഓനൊരു 8:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും. റിച്ചുമോനും 10 മണിയാകുമ്പോൾ വണ്ടി വരുള്ളൂ, 9:45 9:50 വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാപ്പോൾ ഞാൻ ഇന്ന് അവനെ പറഞ്ഞയക്കില്ല, അവന് വയ്യാത്തതുകൊണ്ട് ഇന്ന് അവനെ പറഞ്ഞയക്കില്ല, ചുമയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പിട്ടിന് ഒന്ന് കുഴച്ച് വെക്കുകയാണ്, ഉപ്പൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചു. ഇനി കുറച്ച് നേരം അത് ഉതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തുകൊണ്ട് അടച്ച് വെച്ചിട്ട് ഗ്യാസിലേക്ക് കയറ്റി വെച്ചു. മറ്റേ അടുപ്പത്ത് നമ്മളിതാ കുറച്ച് ചായക്ക് വെള്ളം വെക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നും നമ്മുടെ എന്ത് ജോലി കഴിഞ്ഞാലും ഞാൻ അപ്പം ഗ്യാസിൻ്റെ അടി പോട്ടുട്ടാ. ഇവിടെ നിറച്ചും എലികളൊക്കെ ഉണ്ട്, അപ്പോൾ ഓടിട്ട വീടല്ലേ, അപ്പോൾ എലികളുണ്ട്. അപ്പോൾ എലി ഉണ്ടാകുമ്പോൾ നമുക്ക് പേടിയില്ല, അതിന് കൂടി പോയോ അതിലേക്ക് കൂടി പോയോ വെച്ചിട്ട് 24 മണിക്കൂർ ഏത് പാത്രം എടുക്കുമ്പോൾ അപ്പാപ്പ അത് സോപ്പിട്ട് കഴുകിയിട്ടാണ് എടുക്കട്ടെ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തുടയ്ക്കണം. ടേബിളായാലും എല്ലാം നമ്മൾ തുടയ്ക്കണം, പക്ഷേ അത് വൃത്തിയില്ലെങ്കിൽ വലിയ പേടിയാണ്. അപ്പോൾ ഞാൻ ചായപ്പൊടി ഇട്ടുട്ടാ, ചായപ്പൊടി ഇട്ടു, ഗ്യാസ് ഓഫ് ചെയ്തു. എന്താ പറയുക, പാത്രത്തിന് മൂടി അടച്ചു വെച്ചു. പിന്നെ പുട്ടുണ്ടാക്കാനുള്ള പിട്ടെന്നും പറയും പുട്ടെന്നും പറയട്ടാ. ഇടയ്ക്കിടെ എൻ്റെ വായിൽ നിന്ന് ഇടയ്ക്ക് പിട്ടെന്ന് വരുന്നുണ്ട്, ഇടയ്ക്ക് പുട്ടെന്ന് വരുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ നിങ്ങൾക്കൊന്നും. അപ്പം ഞാൻ പുട്ട് നല്ലോണം ഉതിർത്തി വെച്ചു. ഇനി ഞാൻ കുറച്ച് തേങ്ങ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് അത് ചിരകി വെച്ചിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ട് അതൊരു ബോക്സിലാക്കി കുറച്ച് വെച്ചു. ബാക്കിയുള്ളത് വീട്ടിലേക്കുള്ളത് മാറ്റി വെച്ചു. പിന്നെ 2 തട്ട് മാത്രമേ ഞാൻ ആദ്യം വെക്കുന്നുള്ളൂ കേട്ടോ. ഒരു തട്ട് ഞാൻ എടുത്ത് വെച്ചോടുന്ന് കൊണ്ടുവന്നിട്ടില്ല, എല്ലാം കൂടി നമ്മൾ എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് 2 തട്ട് 2 പ്രാവശ്യമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായ കുഞ്ഞു പഴം നല്ല ടേസ്റ്റ്, നല്ല മധുരവും ഉണ്ട് കേട്ടോ. അപ്പം അത് ചെറിയൊരു കൊലയാണ്, ചെറിയത് വെച്ചാൽ നമ്മുടെ കയ്യിൻ്റെ അത്ര ഉണ്ടാവുള്ളൂ, കുഞ്ഞതാണ് അത്ര. അപ്പോൾ പിന്നെ പപ്പടം അതും ഉണ്ടായതുകൊണ്ട് ഞാൻ ഇല്ലാണ്ട് കറിമയ്ക്കൊന്നും നിന്നിട്ടില്ല. അപ്പോൾ അതുണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് ഞാൻ പുട്ടും പപ്പടും പഴമാക്കി. ഇവിടെ മെയിനായിട്ട് ദോശയമലാണ് ഇഷ്ടം കേട്ടോ. 2 ആൺകുട്ടികൾക്കും ദോശ ഇഷ്ടം, എനിക്കും. അവർ അതുണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യും. പിന്നെ ഭവിക്ക് മാത്രമാണ് എപ്പോഴും ദോശയാകുമ്പോൾ അത്ര ചടക്കൽ. പിന്നെ ഒരു കൂട്ടർക്ക് മാത്രം വേറെ കടി ഉണ്ടാക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായി മാറും. എങ്കിലും നമ്മളെല്ലാ കടിയും ഉണ്ടാക്കാറുണ്ട്, പക്ഷെ കൂടുതലായിട്ട് ദോശ ചെയ്യണമെന്നാണ് പറഞ്ഞു വന്നത്. അങ്ങനെ ഞാൻ കുറച്ച് മീനൊക്കെ നന്നാക്കി വെക്കാമെന്ന് വെച്ചു. ഇതൊന്നും ഉണ്ടാക്കൂല കേട്ടോ, ഇത് അയിലയാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ നന്നാക്കിയിട്ട് 2 അയില എടുത്തിട്ട് മുളകിടും, 3 അയില എടുത്തിട്ട് ഞങ്ങൾക്ക് 3ആക്കും നീളത്തിൽ മുറിക്കാണ്ട് വറക്കും കായം കൂട്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് മീൻ നാളെ വറ്റിച്ച് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ട്, നന്നാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നന്നാക്കി വെച്ചതിൽ ഒരു ഈ തലേൻ്റെ പൂ പോലെ ഉണ്ടാവില്ല, പൂ പോലെ, ആ പൂ ചീന്തില്ല, അങ്ങനെ ചീന്താതെ 2 എടുത്തിട്ട് അത് ഞാൻ വറക്കെടുക്കും. അതിൻ്റെ പൂവ് തിന്നാക്കിയല്ല ഇഷ്ടം, അപ്പം ഞാനത് അങ്ങനെ ചെയ്യാറാണ് പതിവ്. അങ്ങനെ പുട്ടൊക്കെ ആയി, കുറ്റിയൊക്കെ വെച്ച് പുട്ടൊക്കെ ആയി, ഞാൻ കുറ്റിയൊക്കെ വെച്ചു, ചായ കുടിച്ചു. പിന്നെ ഉച്ചക്കത്തെ ഓരോരോ പരിപാടിയിലേക്കാണ് പോകുന്നത്. ഭർത്താവിൻ്റെ ഇടയിൽ എല്ലാം മറന്നു പോകും കേട്ടോ. അങ്ങനെ മീൻ കായം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മീനിൽ കുറച്ച് മസാല ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കന് ഒരു കുറച്ച് 5-6 കഷ്ണം ചിക്കൻ്റെ കാല് നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്നു, അത് കുക്കറിലിട്ടിട്ട് മസാല പുരട്ടിയിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്താണ്. അത് കാണിച്ചില്ല, അത് പിന്നെ ദിവസം നമുക്ക് കാണിക്കാം. അപ്പോൾ മസാല അങ്ങനെ നമ്മൾ കുക്കറിലിട്ടിട്ട് മസാല ഇട്ടിട്ട് കുക്കറിട്ട് അടിച്ചിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ഊറി വന്ന കുറച്ച് മസാലയും ഇതൊക്കെ നല്ല ടേസ്റ്റുണ്ട്. ആ മസാല തന്നെ നമുക്ക് ചോറിൽ കുഴച്ചിടാൻ പറ്റും. അങ്ങനെ ആ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും അങ്ങനെയുള്ള എന്താ പറയുക, പൊടിച്ച പെരുംജീരകവും പൊടിക്കാത്ത പെരുംജീരകവും കുറച്ച് സുർക്കി ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം കൈകൊണ്ട് നല്ല തിരുമ്മിയിട്ട് നമ്മൾ മീൻ കായം കൂട്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് മുളകിടണമെന്ന് കരുതിയിരുന്നല്ലോ, അതിലേക്ക് നമ്മൾ ഒരു തക്കാളി, ഒരു സവാളയുടെ പകുതി,
പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല. മുളക് ഇടുമ്പോൾ മുളക് പൊടി ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് പറ്റൂല. അപ്പം ഞാൻ മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ, പച്ചമുളക് ഒഴിവാക്കി. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു, വല്യുള്ളിയും തക്കാളിയും ഇട്ടു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. പിന്നെ ഞാൻ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ, മല്ലിപ്പൊടിയും ചേർക്കണില്ല, അങ്ങനെ അത് മാത്രം. പിന്നെ പുളി പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചിട്ട് നല്ലോണം കൈകൊണ്ട് ഞരണ്ടി വെച്ചിട്ട് നമ്മൾ ഗ്യാസുമ്മലോ അടുപ്പുമ്മലോ വെച്ച് വേവിക്കും. ഞാനിപ്പോൾ ഗ്യാസുമ്മലോ വെച്ചിട്ടുള്ളത്. അങ്ങനെ അത് പണി ചെയ്യും. ഇപ്പം നമ്മളിന്ന് അയില വറുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ, കാരണം ഒന്നുമില്ല, നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കായം കൂട്ടി വെച്ചത്. അയില വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കായം കൂട്ടി വെച്ചിട്ടാണ്. അപ്പോൾ അയില വറുക്കാൻ വേണ്ടിയിട്ട് കായം കൂട്ടി വെച്ചപ്പോൾ എന്തുണ്ടായിച്ചാൽ, സോറി ഒന്ന് പറയാൻ മറന്നുപോയി. കായം കൂട്ടി വെച്ചു, ഞാൻ അയില വറുക്കാൻ വേണ്ടിയിട്ടാണ് കായം കൂട്ടി വെച്ചത്. പക്ഷേ എനിക്ക് ഒരബദ്ധം വന്നു, ചിക്കൻ വറുക്കാനുണ്ടായിരുന്നത് ഓർമ്മയില്ല. അപ്പം ഞാനെന്ത് വിചാരിച്ചു, ഇനി ചിക്കൻ ഏതായാലും കുട്ടികൾക്കത് മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിക്കൻ വറുക്കാനെടുത്തു. മറ്റേ മീൻ ഇനി വേസ്റ്റായി പോകും. എന്തായാലും ചിക്കൻ ഉണ്ടാകുമ്പോൾ മീൻ എന്തായാലും ചിലവായി പോകില്ല. അപ്പം ഇന്ന് വൈകുന്നേരം ഫങ്ഷൻ ഉള്ളതുമാണ്. അപ്പോൾ എന്തായാലും ഒരു നേരത്തേക്ക് മതി. അപ്പം ഞാൻ കായം കൂട്ടിയ മീൻ എന്തായാലും ഇനി ഉപയോഗിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ചിക്കൻ എടുത്ത് വറുത്തു. ഞങ്ങൾ ഉച്ചക്കേക്ക് മുളകിട്ട മീനും ചിക്കൻ്റെ ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് നല്ലോണം ഭക്ഷണം കഴിച്ചു കേട്ടോ. ഇതൊക്കെ കൈ കൊണ്ട് നല്ലോണം തിരുമ്പിയിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ അയില ഫ്രിഡ്ജിലേക്ക് വെച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മീൻ മുളകിട്ടതും ചിക്കൻ വറുത്തതും കൂടിയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതിൽ ഞങ്ങൾ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചെടുത്തിട്ട് ഞാൻ എടുത്തു വെച്ചു. കുറച്ചെടുത്തിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നാളെ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ ഒരു റെസിപ്പി എടുത്തു. ആ ഒരു റെസിപ്പിയിൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ ഒരു ബീഫ് വറുത്തതാക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യാട്ടോ. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മീനുണ്ട്. പിന്നെ വേറെ ചാള എന്തോ ഒരു സൈസ് മീനാണ് കേട്ടോ, കോലമീനോ എന്തോ ആണ് അവർ പറഞ്ഞത്. ആ മീൻ ഞാൻ നന്നാക്കി വെക്കുകയാണ്. നാളേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നാക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളേക്ക് പണി ഉണ്ടാവില്ലല്ലോ, അന്ന് വെച്ചിട്ട് ഞാൻ നന്നാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഒരടുപ്പത്ത് ചോറുണ്ട്, ഒരടുപ്പത്ത് മീൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ കുറച്ച് മീൻ നന്നാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേറെ എന്തോ ജോലിക്ക് പോയിട്ട് അവിടുന്ന്, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അതവിടെ വെച്ചു. പിന്നെ രണ്ടാമത് വന്നിട്ട് നന്നാക്കുന്നതാണ് ഈ കേട്ടോ. അങ്ങനെ ഇതാ എന്താ വെച്ചാൽ, നന്നാക്കി വെച്ചാൽ നമുക്ക് നമ്മളുടെ ഒരുപാട് ഭാരങ്ങൾ കുറയും. എന്ന് വെച്ചാൽ അങ്ങനെ കുറയുമെന്ന് പറയാൻ എന്താ കാരണം വെച്ചാൽ, നമ്മൾ മീനൊക്കെ മേടിച്ചിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെള്ളത്തിലിട്ടത് വേഗം ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ ചെളുക്കൊക്കെ ചെളുക്കാൻ തന്നെയല്ലേ നിങ്ങളൊക്കെ നാട്ടിൽ പറയുന്നത്. ഇവിടെ ചെളുക്കാൻ തന്നെ പറയട്ടെ, എൻ്റെ തൊലീനെ പറയണതാണ്, തൊലിയെന്നും പറയും. അപ്പോൾ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നീക്കി വെക്കുന്ന സമയത്ത് അത് പോരാൻ കുറേ പണിയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞിട്ടാവും അത് വരിക. അപ്പോൾ ഞാനെന്ത് ചെയ്യും, ഇങ്ങനെ തലേന്നൊക്കെ മീൻ കൊണ്ടുവന്ന് ഫ്രഷോടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നന്നാക്കിയിട്ട് അത് 2-3 പാത്രത്തിലാക്കി വയ്ക്കും. ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ചോറും കറിയും കാര്യങ്ങളൊക്കെ സംസാരത്തിൻ്റെ ഇടയിൽ ഞാനൊന്നും പറഞ്ഞില്ല. ചോറും കറിയും ചിക്കൻ വറുത്തതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ സംസാരിക്കാൻ നിന്നാൽ പിന്നെ വേറെ ഒന്നും ചിന്തയില്ലല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബീഫ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ഞാൻ നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത്. കാരണം ഇന്നിപ്പോൾ ചിക്കൻ എടുക്കുന്നുണ്ട്, വൈകുന്നേരം നമുക്ക് ഫംഗ്ഷന് പോകാനുണ്ട്. അപ്പോൾ എല്ലതും കൂടി നടക്കില്ല. അപ്പോൾ ഭവ്യമോള് പറഞ്ഞു, നിങ്ങൾ കുറച്ച് ബീഫ് എടുത്തിട്ട് അത് നല്ലോണം കഴുകിയിട്ട് വൃത്തിയാക്കി കഴുകി നല്ലോണം ഇതാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നന്നാക്കി കഴുകിയിട്ടോ? നന്നാക്കി കഴുകിയിട്ട് തന്നെയല്ലേ നമ്മൾ എന്തും സാധനങ്ങൾ ഉണ്ടാക്കുക. പിന്നെ എന്താ പ്രത്യേകതയായിട്ടൊന്നും പറയാം. അപ്പം അതിൽ ഒരുപാട് ഈ ബീഫിൽ ആടിനെ പോലെ ഒരുപാട് രക്തം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ രക്തം അവൾക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനെ അപ്പോൾ അതാണ് ആട് കഴിക്കാനൊക്കെ അവൾക്ക് വലിയ മടിയിട്ടാണ്.
അപ്പം അത് അവൾ പറഞ്ഞു എന്നോട് അങ്ങനെ. അപ്പോൾ അതിനോട് നല്ല വൃത്തിയിൽ നല്ലോണം കഴുകി ഇട്ടൊക്കെ ഉണ്ടാക്കണം അമ്മ, അതിൻ്റെ ചോരയൊക്കെ കളയാനിട്ടായിരുന്നു. വൃത്തിയുടെ കാര്യത്തിൽ ഞാൻ ഫസ്റ്റാണ്, അതുകൊണ്ട് എന്നെ പഠിപ്പിക്കൊന്നും വേണ്ടാന്ന് ഞാനും പറഞ്ഞ്. ഞാനും തല്ലുണ്ടാക്കി, ഓളും തല്ലുണ്ടാക്കി, ഫോൺ വെച്ചു. അങ്ങനെ ഞാനതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു കല്യാണത്തിന് പോവല്ലേ, പിന്നെ എന്തിനാണ് ഈ ബീഫൊക്കെ ഇനിയിപ്പോൾ ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ബീഫ് കുറച്ചെടുത്താൽ മതി അമ്മ, അതിങ്ങനെ നിങ്ങൾ വറുത്ത് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ കുറച്ചെടുത്ത് വറക്കാം, ബാക്കി നാളെ കറി വയ്ക്കാനുള്ളതാണ്, അതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെയുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ പരിപാടിക്ക് പോവുകയാണ്, വൈകിട്ട് പരിപാടി ഉണ്ട്, കഴിക്കാം. പിന്നെ ഉച്ചയ്ക്ക് ചിക്കൻ വറുത്തതുണ്ട്, പിന്നെ എന്തിനാണ് വെറുതെ. അതാണ് ഞാൻ അതിൽ തന്നെ ഫ്രിഡ്ജിക്ക് വെക്കാൻ കാരണം. അങ്ങനെ ഞാനിതാ അവൾ പറഞ്ഞ സ്ഥിതിക്ക് നല്ലോണം കഴുകി ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഒരു കുറച്ച് കഷ്ണത്തിൽ ചെറിയൊരു ഡെവറ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഉള്ളത് മാത്രം കഴുകിയിട്ട് നല്ലോണം കഴുകി വറുത്ത് സുർക്കൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം കുക്കറിൽ വിട്ടു. നല്ല വേവുണ്ട് കേട്ടോ, ഒരു 10-20 വേവ് അടി അടിച്ചിട്ടും അത് വെന്തിട്ടേ ഇല്ല. പിന്നെ ഒരു 3-4 അടി കൂടി അടിച്ചപ്പോഴാണ് ഒരു ശകലം വെന്തതിട്ടാം കഴിക്കാൻ പറ്റുന്ന രീതിയിലായത്, സോഫ്റ്റ് പോലെ ആയിട്ടില്ല. ഇങ്ങനെ ഞാൻ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, എന്താ പറയുക, മീറ്റ് മസാല, ഇഞ്ചി വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ചീരകം പൊടിച്ചതും പെരിഞ്ചീരകം പൊടിക്കാത്തതും അതും ചേർത്ത് നല്ലോണം കൈ കൊണ്ട് ഞരണ്ടി വെച്ചു. അങ്ങനെ വെച്ചതിന് ശേഷം ഇത് കുക്കറുണ്ടായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അത് ബീഫ് ഇതിലോട്ടിട്ട് നല്ല കുഴച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുത്തു. എന്നിട്ട് ഇവള് വൈകുന്നേരം വന്നതിന് ശേഷം അതും കൂട്ടി ചായയും കുടിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ ഫംഗ്ഷന് പോയത്. ഫംഗ്ഷന് പോയി വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര വിശപ്പെട്ടു. ഞങ്ങൾ 7-8 മണിയാകുമ്പോൾ തിരിച്ചു പോന്നു. ഭയങ്കര വിശപ്പ്, ഒരു 10 മണിയായപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. ഞാനിതാ ഇപ്പോൾ നല്ല വിശപ്പായപ്പോൾ നല്ലോണം അങ്ങോട്ട് ചോറുന്നു, ഈ മുളകിട്ടതും കൂട്ടി നല്ല ചോറുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.